ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് അടീനിയം പ്രൂൺ ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു മാസം മുന്നെയാണ് റീപോർട്ട് ചെയ്തത്. പുതിയ പോട്ടൊക്കെ കിട്ടി റീപോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ താല്പര്യമുള്ളവർ പോയി കാണണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ് പുതിയ പോട്ടിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്രൂൺ ചെയ്യാം. ഞാനിവിടെ പ്രൂൺ ചെയ്യാൻ എടുക്കുന്ന ടൂള് ബ്ലേഡാണ് കേട്ടോ, പുതിയ ബ്ലേഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി ഉപയോഗിക്കാം, ഫ്ലാറ്റായിട്ട് സ്ക്രാച്ച് ആവാണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ടൂളും ഉപയോഗിക്കാം. പഴയതാണെങ്കിൽ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു പുതിയ ബ്ലേഡ് എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അധികം അഡീനിയം പ്ലാന്റ്സും ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം പഴക്കമുള്ളതാണ്. 1-2 പ്ലാന്റ് മാത്രമേ ഒരു 3 വർഷമൊക്കെ പഴക്കമുണ്ടാവുള്ളൂ. അപ്പോൾ അധികം ശിഖരങ്ങളൊന്നും കട്ട് ചെയ്യാനില്ല. ഈ ഒരു പ്ലാന്റിൽ ആകെ 2 ശിഖരമേ ഉള്ളൂ. അത് ഞാനൊരു 2 ഇഞ്ച് വിട്ടിട്ട്, അതായത് ഒരു 3-4 നോഡ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യണത്. നോഡ് എന്ന് പറഞ്ഞാൽ ലീഫുകൾ പൊഴിഞ്ഞു പോയ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ പുതിയ സ്റ്റെമ്മ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു 3-4 കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് പറയുന്നത്. ഒന്നിച്ചൊരു 3-4 സ്റ്റെമ്മൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റ് നല്ല ഭംഗിയുണ്ടാവും കാണാൻ, നല്ലൊരു ബോൺസായി ഷേപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യണത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ ആ ഈർപ്പം ഒരു കോട്ടൺ കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒപ്പിയെടുത്തിട്ട് സാഫ് പേസ്റ്റ് ആക്കിയിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. പ്രൂണിങ് കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് ഷെയ്ഡിൽ വെക്കണം എന്നാണ് എല്ലാവരും പറയാറ്. പക്ഷെ ഞാൻ ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ തന്നെയാണ് കേട്ടോ വയ്ക്കൽ. കാരണം എനിക്ക് ഒന്നാമത് ഷെയ്ഡിൽ വെക്കാനുള്ള സ്ഥലമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ വിചാരിക്കുക എപ്പോഴും അതിലാ ഈർപ്പം പെട്ടെന്ന് ഡ്രൈ ആവാൻ നേരെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതാണ് നല്ലതെന്ന്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഞാൻ ഷെയ്ഡിൽ വെക്കലില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടാച്ചാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പ്ലാന്റും പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രൂണിങ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പ്ലാന്റിൻ്റെ പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ ഒരുക്കി നിർത്തുക എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഈ പ്രൂണിങ്ങിൻ്റെ സമയത്ത് തന്നെ, അതായത് പ്രൂൺ ചെയ്ത അന്ന് തന്നെ നമ്മൾ ഫെർട്ടിലൈസറും കൊടുത്തു തുടങ്ങണം കേട്ടോ. അപ്പോൾ നമുക്ക് ധാരാളം പൂക്കൾ കിട്ടാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് വളം ചെയ്യുക എന്നുള്ളതാണ്. വളം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പോട്ടിലെ മേൽമണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഫസ്റ്റ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് പിന്നെ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ജൈവവളങ്ങൾ കൊടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നമുക്കൊരു ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് DAP അല്ലെങ്കിൽ NPK പോലത്തെ രാസവളങ്ങളൊക്കെ കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ന്യൂട്രിമീൽ എന്ന് പറയുന്ന ഒരു ജൈവവളമാണ് കേട്ടോ. അതിലൊരുപാട് എല്ലാവിധ വളങ്ങളും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേ വളം തന്നെ തിരഞ്ഞു പിടിച്ച് വാങ്ങിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കെപ്പോഴും നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താലും മതി. അതാവും കൂടുതൽ നന്നാവുക. ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു വളം ഉള്ളതുകൊണ്ടാണ് ഞാനിതിട്ട് കൊടുത്തത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക. സൺലൈറ്റിലാണ് നമ്മൾ പ്ലാന്റ് ഇരിക്കുന്നതെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം തുടർച്ചയായിട്ട് തന്നെ നനയ്ക്കണം കേട്ടോ. നിങ്ങൾ പ്രൂൺ ചെയ്തതിന് ശേഷം ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിൽ പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നനച്ചാൽ മതിയാകും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ നന അത്യാവശ്യമാണ്. 2-3 ദിവസം നന്നായിട്ട് നനയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നിടവിട്ടോ അതല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കലൊക്കെ പ്ലാന്റിന് എപ്പോഴൊക്കെ നന ആവശ്യമാണ് അപ്പോൾ വെള്ളം കൊടുത്താൽ മതി കേട്ടോ. നനയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗത്തേക്ക് വെള്ളം ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൂണിങ്ങും ഫസ്റ്റ് ഫെർട്ടിലൈസിങ്ങും കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് ഫെർട്ടിലൈസിങ് നമുക്ക് പുതിയ തളിർപ്പുകളൊക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.